പ്രീമിയർ ലീഗിലെ ഇത്തവണത്തെ ടോപ്പ് സ്കോറർ ആരാന്നറിയോ? 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 3 ഗോൾ അടിച്ച എർലിംഗ് ഹാലണ്ടും 3 ഗോൾ അടിച്ച വിക്ടർ ഗ്യോക്കറസുമാണ്. ഒന്നുമില്ല, ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോൾ ഗ്യോക്കറസിനെ കുരിശിലേറ്റിയ കുറേ പേരുണ്ടേ, അവർക്ക് മറുപടി തന്നാണ്. ഇത് ചിലപ്പോൾ നാളെ മാറി മറിയായിരിക്കും. പക്ഷേ ചെക്കൻ ഗോൾ അടിക്കുമെന്നും അയാളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും ആളുകൾക്ക് മുന്നേ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആർസനൽ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇന്നത്തെ മത്സരത്തിൽ ആർസനലിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് ആയിട്ട് ഞാൻ കാണുന്നത്, നമ്മൾ പുതിയതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കളിക്കാർ നോനി മദുവക്കെ, മാർട്ടിൻ സുബമെൻഡി, ക്രിസ്ത്യൻ മൊസ്കേര, വിക്ടർ ഗ്യോക്കറസ്, ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനം നമുക്കിന്ന് കാണാൻ പറ്റി. ഒരാളെ വിട്ടുപോയതാണ് നമ്മുടെ എസെ. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ സാക്കയ്ക്ക് പകരം മദുവക്കയാണ്. മദുവക്കേനെ 50 മില്യൺ സൈൻ ചെയ്തപ്പോൾ ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. മദുവക്കയ്ക്ക് എന്തിനാണ് അത്ര പൈസ കൊടുത്തത്, അതാണ് ഇതാണ്, അങ്ങനെ വിമർശകരെ വായടപ്പിക്കുന്ന പ്രകടനമാണ് ഇന്ന് റൈറ്റ് സൈഡിൽ. അതായത് സാക്കയെ നമുക്ക് മിസ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആർസനൽ ഫാൻസ് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ബുക്കായോ സാക്കയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മദുവക്കേനെ സൈൻ ചെയ്യുന്നു. അതിനെതിരെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ സംസാരങ്ങളൊക്കെ എന്നെ വായടപ്പിക്കുന്ന തരത്തിൽ ഇന്ന് ചെക്കൻ പെർഫോം ചെയ്തു. അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടരട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലും നമുക്ക് തലവേദനയായിരുന്നു. നമ്മുടെ മാർട്ടിനെല്ലിയുടെ ഒരു ഫോമില്ലായ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് മാർട്ടിനെല്ലിയിലെ നമ്മുടെ എസ് എ റീപ്ലേസ് ചെയ്തു. എസ് എ വന്നു, ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. അത് മാത്രമല്ല ഒരു ഗോൾ സെറ്റപ്പ് ചെയ്തു നമ്മുടെ വിക്ടർ ഗ്യോക്കറസിന് വേണ്ടിയിട്ട്. ഒരു ഇഡ്ഡലി അസിസ്റ്റ് ആയിരുന്നു. പിന്നെ പറയേണ്ട പ്ലെയർ സുബിമെൻഡിയാണ്. സുബിമെൻഡിന്റെ കരിയറിലെ ആദ്യത്തെ ബ്രേസ് ആണ് 2 ഗോൾ. ആദ്യമായിട്ടാണ് അയാളുടെ കരിയറിൽ അയാൾ ആകെ 12 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഇന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയാണ്. അതിൽ ആദ്യമായിട്ട് അയാൾ ബ്രേസ് അടിക്കുന്നത്. അപ്പം അതൊരു പോസിറ്റീവാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ മൊസ്കേര. ബാക്ക് ലൈനിൽ സലീബയ്ക്ക് ഇഞ്ചുറി പറ്റിയ സ്വാഭാവികമായിട്ടും ഡിഫൻസിലി നമ്മൾ ഒന്ന് പതറാറുണ്ടായിരുന്നു. പക്ഷേ ആ പതർച്ചയൊന്നും ഇല്ലാതെ ഗബ്രിയലിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ പേഴ്സണലി ഞെട്ടിച്ച പ്രകടനം ശരിക്കും മസ്കേരയുടെ ആണ് കേട്ടോ. അയാൾ സ്ട്രൈറ്റ് ഇൻ ടു ദ ടീമായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ വേറെ ടെൻഷൻസോ ഒന്നുമില്ലാതെ പെർഫോം ചെയ്തു എന്നുള്ളത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ടീമിന്റെ മൊത്തം പ്രകടനം നോക്കുമ്പോൾ ഹൈലി പോസിറ്റീവ് ആയിരുന്നു. നല്ല അറ്റാക്കിംഗ് മൈൻഡഡ് ആയിരുന്നു ടീം. നമ്മൾ കഴിഞ്ഞ കളിയിലൊക്കെ വിമർശിച്ച് ആർട്ടേറ്റ ഒന്നുകൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആവണം എന്നുള്ളതായിരുന്നു. ഇന്ന് നല്ല അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടാണ് കളിച്ചത്. ഈ പറഞ്ഞതുപോലെ ഗ്യോക്കറസ് കളിയിൽ ഒന്നുകൂടി ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് പോസിറ്റീവ് കാര്യമാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആർസനൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ ഇതേ ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും.